പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് സ്കൈലൈൻ അക്കാഡമിയുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന പാഠം 2025 10th പുതിയ ടെക്സ്റ്റിലെ ആദ്യത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ലെസണാണ്. ലെസൻ്റെ പേര് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. നമുക്കാദ്യം ഈ ലെസൻ്റെ ഓതറിലേക്ക് പോകാം. നമുക്ക് എബൌട്ട് ദി ഓതർ. ഗബ്രിയേൽ ഗാർസിയ മാർക്കോസ് 1927 ജനിച്ചു, 2014 മരണമടഞ്ഞു. വാസ് ആൻ കൊളംബിയൻ നോവലിസ്റ്റ് ആൻഡ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് ഓഫ് ദി 20th century. അദ്ദേഹം ഒരു കൊളംബിയൻ നോവലിസ്റ്റാണ്. അതോടൊപ്പം 20ാം നൂറ്റാണ്ടിലെ ഒരു ശ്രദ്ധേയനായ ഒരു എഴുത്തുകാരനും കൂടിയാണ്. ഹി വാസ് അവാർഡഡ് ദി നൊബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1982. 1982 അദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള നൊബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ കൃതികൾ എന്ന് പറയുന്നത് ഹിസ് നോട്ടബിൾ വർക്ക്സ് ആർ ലവ് ഇൻ ദി ടൈം ഓഫ് കൊളറ, നോ വൺ റൈസ് ഇറ്റ് ദി കൊളോണൽ ആൻഡ് 100 years ഓഫ് സോളിറ്റ്യൂഡ്. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ നോട്ടബിൾ വർക്ക്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഒന്നും കൂടെ പറയാം. ലവ് ഇൻ ദി ടൈം ഓഫ് കൊളറ, നോ വൺ റൈസ് ഇറ്റ് ദി കൊളോണൽ ആൻഡ് 100 years ഓഫ് സോളിറ്റ്യൂഡ്. He is one of the best known Latin American writers of our time. ഈ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയനായ ഒരു ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനാണ് അദ്ദേഹം. മാജിക്കൽ റിയലിസം കഴിഞ്ഞ നൂറ്റാണ്ടിലെ സവിശേഷമായ ആഖ്യാന ശൈലികളിലൊന്നാണ്. ഗബ്രിയേൽ ഗാർസിയ മാർക്കസിനെ പോലെ നിരവധി ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരും, അതായത് സൽമാൻ റഷ്ഡി, ഏഞ്ചല കാർട്ടർ തുടങ്ങിയവരും ഈ വിഭാഗത്തിന് സംഭാവന നൽകിയിട്ടുണ്ട്. മാജിക്കൽ റിയലിസത്തിൻ്റെ സൃഷ്ടികൾ ഫാൻറ്റസിക്കും യാഥാർത്ഥ്യത്തിനും ഇടയിലുള്ളതാണ്. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. ഗബ്രിയേൽ ഗാർസിയ മാർക്കോസ്. Kindness and empathy are essential qualities in our world. These spread light and hope even in the darkest times. Our society tends to isolate the ones who appear different, especially those who are weak and vulnerable. We may not always realize that even small acts of compassion can have a significant impact on many lives. ദയയും സഹാനുഭൂതിയും നമ്മുടെ ലോകത്ത് അനിവാര്യമായ ഗുണങ്ങളാണ്. ഇരുണ്ട സമയത്തും ഇവ വെളിച്ചവും പ്രതീക്ഷയും പരത്തുന്നു. വ്യത്യസ്തരായി കാണപ്പെടുന്നവരെ, പ്രത്യേകിച്ച് ദുർബലരുമായവരെ ഒറ്റപ്പെടുത്താൻ നമ്മുടെ സമൂഹം പ്രവണത കാണിക്കുന്നു. അനുകമ്പയുടെ ചെറിയ പ്രവൃത്തികൾ പോലും പല ജീവിതങ്ങളിലും കാര്യമായ സ്വാധീനം ചെലുത്തുമെന്ന് നാം എപ്പോഴും മനസ്സിലാക്കണമെന്നില്ല. അപ്പോൾ നാം എപ്പോഴും ഇതിൽ പറയുന്നത് എന്താണ്? കൈൻഡ്നെസ്സിനെയും എമ്പതിയെയും കുറിച്ചാണ്, സഹാനുഭൂതിയെക്കുറിച്ചും ദയയെക്കുറിച്ചുമാണ്. നമ്മുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും അനുകമ്പയുടെ ചെറിയ പ്രവൃത്തികൾ പോലും പല ജീവിതങ്ങളിലും കാര്യമായ സ്വാധീനം ചെലുത്തുമെന്ന് നാം എപ്പോഴും മനസ്സിലാക്കണമെന്നില്ല. ഇതാണ് ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഈ പാഠത്തിൽ. ഇനി നമുക്ക് പാഠത്തിലേക്ക് പോകാം. ദി ലൈറ്റ് വാസ് വീക്ക് ഈവൻ അറ്റ് noon. When Paolo was coming back to the house, it was hard for him to see what was moving and groaning in the rear of the courtyard. അപ്പോൾ ദി ലൈറ്റ് വാസ് വീക്ക് ഈവൻ അറ്റ് noon. അപ്പോൾ നൂണാണ് ടൈം. അപ്പോൾ അറിയാലോ നൂൺ എപ്പോഴാണെന്നൊക്കെ? ഉച്ച സമയമാണ്. ആ സമയത്ത് ഉച്ച ആയിരുന്നിട്ട് പോലും ലൈറ്റ് വാസ് വീക്ക്, വെളിച്ചം അത്ര രീതിയിലുണ്ടായിരുന്നില്ല. ഉച്ചയായിട്ടും വെളിച്ചം വളരെ ദുർലഭമായിരുന്നു. വെൻ പെയാലോ വാസ് കമ്മിങ് ബാക്ക് ടു ദി ഹൗസ്, ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹിം ടു സീ വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രോണിങ് ഇൻ ദി റിയർ ഓഫ് ദി കോർട്ട്യാർഡ്. പെയാലോ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ മുറ്റത്തിൻ്റെ പിൻഭാഗത്ത്
നീങ്ങുന്നതും ഞരങ്ങുന്നതും കാണാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായിരുന്നു. എന്തോ ഒന്ന് എന്ത് ചെയ്യുന്നു. വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രോണിങ് ഇൻ ദി റിയർ ഓഫ് ദി കോർട്ട് യാർഡ്. മുറ്റത്തിന് പിൻഭാഗത്ത് എന്തോ ഒന്ന് നീങ്ങുന്നതും ഞരങ്ങുന്നതും കാണാൻ അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്താ, ഉച്ചയായിട്ട് പോലും അവിടെ വെളിച്ചം ദുർലഭമായിരുന്നു. ദി ലൈറ്റ് വാസ് വീക്ക് ഈവൻ അറ്റ് noon. He had to go very close to see that it was an old man, a very old man. The man was laying face down in the mud. In spite of his tremendous efforts, the man couldn't get up, impeded by his enormous wings. അതൊരു വൃദ്ധനാണെന്ന് കാണാൻ വളരെ അടുത്ത് പോകേണ്ടി വന്നു. He had to go very close to see that it was an old man. അന്നേരം അദ്ദേഹത്തിന് പേലോയ്ക്ക് വളരെ അടുത്ത് പോകേണ്ടി വന്നു. എന്നിട്ട് മാത്രമേ പേലോയ്ക്ക് മനസ്സിലായുള്ളൂ അതൊരു ഓൾഡ് മാൻ ആയിരുന്നു എന്ന്. എ വെരി ഓൾഡ് മാൻ, വളരെ വയസ്സനായ ഒരാളായിരുന്നു. ദി മാൻ വാസ് ലേയിങ് ഫേസ് ഡൗൺ ഇൻ ദി മഡ്. ആ മനുഷ്യൻ ചെളിയിൽ മുഖം താഴ്ത്തി കിടക്കുകയായിരുന്നു. ദി മാൻ വാസ് ലേയിങ് ഫേസ് ഡൗൺ ഇൻ ദി മഡ്. ചെളിയിൽ മുഖം കമിഴ്ന്ന് അല്ലെങ്കിൽ ചെളിയിൽ മുഖം അമർന്ന് കിടന്നിരുന്ന അയാളെ കാണാൻ പേയാലയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. കാരണം അന്ന് ഉച്ചയായിട്ടും വളരെ ദുർലഭമായ വെളിച്ചം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ട്രെമൻഡസ് എഫേർട്സ് ദി മാൻ കുഡിൻറ്റ് ഗെറ്റ് അപ്പ്. അദ്ദേഹം വളരെയധികം പ്രയത്നങ്ങൾ നടത്തിയിട്ടും ആ മനുഷ്യനെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞില്ല. ഇംപെൻഡഡ് ബൈ ഹിസ് എനോർമസ് വിങ്സ്, അതായത് അവൻ്റെ വലിയ ചിറകുകൾ അവനെ അതിൽ നിന്നും തടസ്സപ്പെടുത്തി. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് ഒരു വൃദ്ധനായ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഓൾഡ് മാൻ പേയാലയുടെ വീടിൻ്റെ മുറ്റത്തെ ഒരു കോർണറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നേരിട്ട് നല്ല രീതിയിൽ കാണാൻ പേയാലയ്ക്ക് കഴിഞ്ഞില്ല. കാരണം എന്തുകൊണ്ടാണ്, അന്ന് അവിടെ നൂണായിട്ട് പോലും വെളിച്ചം വളരെ കുറവായിരുന്നു. അദ്ദേഹം ഈ മനുഷ്യൻ വളരെയധികം തൻ്റെ ഇതിലുള്ള വ്യത്യാസം നമ്മൾ അന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. മാജിക്കൽ റിയലിസം നമ്മൾ പറഞ്ഞിരുന്നു. യാഥാർത്ഥ്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇതിൽ ഗബ്രിയേൽ ഗാർസിയയുടെ കഥകളെല്ലാം. അപ്പം ഇതിൽ അദ്ദേഹത്തിൻ്റെ വിങ്സ് ഉണ്ടായിരുന്നു. ഈ മനുഷ്യന് ഈ വിങ്സ് അവൻ്റെ വലിയ ചിറകുകൾ അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ അദ്ദേഹത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഫ്രൈറ്റൻഡ് ബൈ ദി സൈറ്റ്, പേയാലോ റാൻ ടു ഗെറ്റ് എലിസൻഡ. ഈ കാഴ്ച കണ്ട് ഭയന്നു പോയ പേയാലോ എന്ത് ചെയ്തു, തൻ്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരാൻ പോയി. ആരാണ് എലിസൻഡ? അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഹിസ് വൈഫ്. ഷി വാസ് പുട്ടിങ് കംപ്രസസ് ഓൺ ഹെർ സിക്ക് ചൈൽഡ്. ആ സമയം കൂട്ടിക്കൊണ്ടുവരാൻ പേയാലോ പോയ സമയത്ത് തൻ്റെ ഭാര്യ എലിസൻഡ തൻ്റെ രോഗിയായ കുട്ടിക്ക് എന്ത് ചെയ്യുകയായിരുന്നു, കംപ്രസ് ഇടുകയായിരുന്നു. അപ്പം നമ്മളെ പേയാലോ ഇത് കണ്ട് ഭയന്നിട്ട് തൻ്റെ ഭാര്യയായ എലിസൻഡയെ കൂട്ടിക്കൊണ്ടുവരാൻ അകത്തേക്ക് പോകുമ്പോൾ അവിടെ നമ്മുടെ എലിസൻഡ എന്ത് ചെയ്യുന്നു, രോഗിയായ അവരുടെ കുട്ടിക്ക് കംപ്രസ് ഇടുകയായിരുന്നു. ഈ വീഡിയോയുടെ ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്.